Hello friends, welcome back to Visit My Dream World. ഞാൻ നിങ്ങളുടെ ജിഷ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒടുക്കാതെ മാറ്റി വെച്ചിട്ടുള്ള പ്ലെയിൻ സാരികൾ ഉണ്ടാവും. ആ പ്ലെയിൻ സാരിയുടെ ലുക്ക് തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് ഞാൻ ആ ഡിസൈന് സാരിയിലേക്ക് പകർത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ലേസി ഡേസി ഫ്ലവർ ചെയ്യാനാണ് പോകുന്നത്. വൈറ്റ് കളർ ത്രെഡാണ് അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് സിംഗിൾ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ലേസി ഡേസി ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലവറാണ് ലേസി ഡേസി. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ടും കഴിയും. ഹാൻഡ് എംബ്രോയിഡറി ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത്തിരി കഷ്ടമായിട്ട് തോന്നുമെങ്കിലും നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമ്മുടെ ഡ്രസ്സ് നമുക്ക് തന്നെ ഡിസൈൻ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കും FB പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ നിങ്ങൾക്കത് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. പൂവിൻ്റെ ഇതളുകൾ ഭംഗിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഫില്ല് ചെയ്തെടുക്കണം. ഞാൻ ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് പിങ്ക് കളറ് ത്രെഡാണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ പോർഷനും ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ലേസി ഡേസിയുടെ സൈഡിലായിട്ട് 1-2 പൂക്കൾ കൂടെ തയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ബുള്ളിയൻ നോട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് തയ്ക്കാൻ പോകുന്നത്. ഞാൻ ബുള്ളിയൻ നോട്ട് ഉപയോഗിച്ചിട്ട് 3 ഇതളുള്ള ഫ്ലവറാണ് ചെയ്തിട്ടുള്ളത്. അതും ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ത്രെഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ലേസി ഡേസി ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് 3 കുഞ്ഞ് ഫ്ലവേഴ്സ് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കടുത്ത് നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അതിലെ വള്ളികളാണ്. വള്ളികൾ തയ്ക്കാനായിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രീൻ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് വള്ളികൾ ചെയ്തിട്ടുള്ളത്. സാരിയുടെ 2 കരഭാഗത്തും തൊങ്കൽ വരുന്ന ഭാഗത്തുമാണ് ഞാൻ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈൻ തന്നെ കണക്റ്റായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പുറത്ത് ചെയ്തു കൊടുത്ത വർക്കായതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് ഡിസൈൻ വന്നിട്ടുള്ളതെന്ന് കൊടുത്ത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി ഇലകൾ തയ്ച്ചു കൊടുക്കാം. ഇലകൾ തയ്ക്കാനായിട്ട് സിംഗിൾ ചെയിൻ ലേസി ഡേസി മെത്തേഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇലകൾ കൂടെ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.